സനൂപേ ഇവിടെ സീനാടാ. വണ്ടി ഇരുന്ന് നോക്ക്. ചെലപ്പോ പെടും ചെലപ്പോ റിക്കവർ ചെയ്യും. അല്ല വലിച്ചിട്ട് ഇടിക്കാത്തതിന്റെ പ്രശ്നമാണിത്. നല്ല ഇടി കൊടുക്കണം. അവന്റെ വണ്ടി പാച്ചേറല്ലേ ഏത് ജിറാഫായാലും ശരി. JCB അല്ലാണ്ട് വേറെ വണ്ടികൾ പോവില്ല. ഇപ്പൊ ചരിത്രം കുറിച്ചുകൊണ്ട് നമ്മുടെ അംജയുടെ പജേറോ ഇവർക്ക് വന്നേക്കാണ്. ഈ പോവോന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊടൈക്കനാലാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊടൈക്കനാൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മളെ എല്ലാമായ സനൂപ്, ഒരു ഹായ് കൊടുക്കൂ. സനൂപ്, തണുപ്പുണ്ടോ? എന്തിനാടാ പിന്നേക്കണേ? തണുപ്പുണ്ടോന്ന് വെച്ചപ്പോഴേ നല്ല പോലെ എവിടെ തണുപ്പ്. പിന്നെ അച്ചു, ഒരു ഹായ് തരൂ. ആഷിഖ് MD, ഹായ് തരൂ. പിന്നെ എല്ലാമായ അംജദ് വെറുതെ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് അച്ചു 2 ആഴ്ചയ്ക്ക് ശേഷം UK പോവുകയാണ്. അപ്പോൾ അച്ചുനായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. യെസ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ MD? അംജ കണ്ടിട്ടുണ്ടോ? നീ വെറുതെ എന്നാണോ പറയണ്ട. നീ എപ്പോഴാണ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞോ? ഞാൻ കാണിച്ചപ്പോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ന് കാലത്ത്? അങ്ങനെ അല്ലാണ്ട് വേറെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബുക്ക് ചെയ്തത് ഇൻസ്റ്റയിലുള്ള നോട്ട് ഓൺ ദ മാപ്പ് ത്രൂ ആണ്. പുള്ളി എപ്പോഴും ഇവിടുത്തെ സ്റ്റോറീസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ അതെന്തായാലും കൊടൈക്കനാൽ വന്ന സ്ഥിതിക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അവരുടെ റിസപ്ഷൻ പ്ലസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഫുഡൊക്കെ കഴിക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഫുഡ് നമ്മളെ ഡോമിൽക്കും അവർ കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഫുൾ ഡോം സ്റ്റേയും കാര്യങ്ങളാണ്. എല്ലാം ഡോം സ്റ്റേ ആണ്, അല്ലാണ്ട് പ്രൈവറ്റ് റൂമും കാര്യങ്ങളല്ല, എല്ലാം ഡോമാണ്. തോന്നുന്നത് നിങ്ങൾ പലരും ഇവിടുത്തെ വീഡിയോസൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഓ അതെന്താ? ഇവിടെ ഹസ്കിയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഞാൻ തൊടാൻ പാടില്ല കേട്ടോ. തൊട്ടോ? എനിക്ക് പേടിണ്ടാ അംജദേ? വെറുതെ കാട്ടി കിട്ടണ്ടാ. ഞാൻ വലിച്ച നല്ല കട്ടി കിട്ടും. അതിനുണ്ട്. ഞങ്ങളുടെ ഡോം കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പൊ നിനക്ക് ആശിക്കിന് എന്താ പേടിയെന്ന്? നീ പേടിച്ചേരുന്ന ഞങ്ങളുണ്ട്. എന്ത് രസാലേ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. 2 ഡോമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഡോം ഇതാണ്. ഡോമിന്റെ മുമ്പിലത്തെ വ്യൂ ആണ് കേട്ടോ. എന്റെ മോനെ ഒരു രക്ഷയില്ല. ജക്കൂസി ഉണ്ട്. അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ ബബിൾസ് കാര്യങ്ങൾ ഫുള്ള് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. 3 പേർക്കാണ്ട് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചോ. ഒരാൾക്കും കൂടി ഇറങ്ങാം. റൂം കാണിച്ചു കൊടുക്കട്ടെ? ഞാൻ റൂം കാണിച്ചിട്ട് വരാം. നിങ്ങൾ പുറത്തുനിന്ന് തന്നെ കണ്ടു നോക്കി എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബുക്ക് ചെയ്തതിലെ അടിപൊളി ഡോം ഇതാണ്. ഇവിടെ ഡാർക്ക് ഫാൻറ്റസി, പ്രിങ്കിൾസ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങൾ, ഇതിനൊക്കെ കറക്റ്റ് പ്രൈസൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ റൂം. എൻ്റെ മോനെ ഒരു രക്ഷയില്ലേ, എന്ത് രസാ. വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത. ഇതിപ്പോൾ ഹംകൾ അവിടെ നിൽക്കണോണ്ടാണ്. വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ഇത് ഫ്രണ്ട്സിനായിരിക്കില്ല, കപ്പിൾസിനായിരിക്കും കൂടുതൽ എന്താ പറയുക ഇത് ഉപകാരപ്പെടുന്നുണ്ടാവുക. അടിപൊളിയാണ്. എനിക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ്. 2ാമത്തെ ഡോം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പോരാഞ്ഞിട്ട് രാവിലെ ട്രക്കിംഗ് ഉണ്ട്. പ്രൈവറ്റ് വാട്ടർഫാൾസിലേക്ക് ഇവർ കൊണ്ടുപോകും. അതല്ലാഞ്ഞിട്ട് ഉച്ചക്ക് 5 മണിക്ക് ശേഷം ഇവർക്ക് 2 ഹോഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഹോഴ്സ് റൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കാം. ക്രിക്കറ്റ് കളിക്കണ്ടേ? വാ നമ്മളുടെ അടുത്ത ഡോം കാണാം. പല സെഗ്മെൻറ്റിലാണ്. ക്ലാസിക് ഡോം ഉണ്ട്, അതുപോലെ ഓരോരോ പേരുകളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ല. ഇതിപ്പോൾ നമ്മൾ അടുത്ത ഡോമിലേക്ക് പോണ വഴിയാണ്. ഇതല്ല പ്രോപ്പർ വഴി, വേറെയാണ്. പക്ഷേ ഷോർട്ട് കട്ട് ഇതാണ് അടുത്ത ഡോം. ഇതാണ് ക്ലാസിക് ഡോം.
എന്ത് രസാലേ, ഒന്നും പറയാനില്ല, അടിപൊളി. ചെറുതായിട്ട് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിക്കലാണ് കേട്ടോ. വൈകിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:30 ഞങ്ങൾ ഹോഴ്സ് റൈഡും കാര്യങ്ങൾക്കും പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഈ ടൈമിലുള്ള വ്യൂ ഇനി ഇതിന് ശേഷം കാണിക്കാൻ പറ്റില്ലല്ലോ. മക്കളെ ഹോഴ്സ് റൈഡിന് വാ ക്രിക്കറ്റ് കളിക്കാ. സനൂപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സനൂപ് സ്വന്തമായിട്ട് ഒരു ബോഡി ഷോപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. എന്താണ് കാർ ബോഡി ഷോപ്പ് എന്നല്ല പറയാം. ഓക്കെ, നമ്മളുടെ ഏത് വണ്ടിക്കും പെയിന്റിങ് ചെയ്യണമെങ്കിലൊക്കെ സനൂപിനെ കോൺടാക്ട് ചെയ്താൽ അല്ലേ സനൂപ്? നോർത്ത് കൗണ്ടി കസ്റ്റംസ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കോ? ചെയ്ത് കൊടുക്കാറുണ്ട്. അംജദേ, ചായക്കോപ്പ എങ്ങനെ പോകുന്നു? നല്ലോണം ഉഷാറായിട്ട് പോകുന്നു. ഓക്കെ, ഇവർ രണ്ടുപേരും അങ്ങോട്ട് ടേംസ് ആൻഡ് കണ്ടീഷനാ. അംജനെ സ്വിഫ്റ്റ് അവിടുന്ന് പെയിന്റ് ചെയ്തു. സനൂപിന്റെ അടുത്ത് ചായ കുടിച്ച് മുതലാക്കിക്കോളാം. ബുദ്ധിയുള്ള ആളായോണ്ട് അല്ലേ. വാ, ഇവർക്ക് 2 ഹോഴ്സ് ഉണ്ട്. ഹോഴ്സ് റൈഡ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. ആദ്യമായിട്ട് കുതിര വിദഗ്ധൻ അംജദ്. യെസ്. ഓ, വീലേ അറിയോ നിങ്ങക്ക് കുതിരനെ വെച്ചിട്ട്? ഓക്കെ. അംജദേ, മറ്റേ പാണ്ടിപ്പടയിലെ കാണിക്കില്ല ഇക്ലി ആക്കണ സംഭവം, അത് ചെയ്യോ? വീലൈനായിട്ട് ഉപയോഗിക്കാ. നിനക്കല്ലേ കുതിരനെ പേടിയില്ലാന്ന് പറഞ്ഞേ? കുതിരനെ പേടിപ്പിക്കടാ, കുതിരനെ പേടിപ്പിക്കട്ടെ അംജദേ. കൺട്രോളാ, ഇത് നോളേജാ ഹോഴ്സ് റൈഡിങ്. എനിക്കറിയാണ്ട് ചേട്ടാ അറിയില്ല, അത് കരയണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? വാ, അടുത്ത ഞാൻ. എനിക്ക് പിന്നെ കുതിരേനെ വലിയ പേടിയൊന്നുമില്ല, കാരണം നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ കുറച്ച് സീനാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുതിരനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിക്കാറാണ് സെറ്റാണല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ അല്ലേ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ലേ, ഇതൊക്കെ തന്നെ ആക്ടിവിറ്റി അല്ലേ. അതിൻ്റെ അംജദേ, സത്യം പറഞ്ഞാല് കപ്പിൾസിനല്ലേ പറ്റാ, ഫ്രണ്ട്സിനെ അടിച്ചു പൊളിക്കാൻ പറ്റണാണോ? കപ്പിൾസ് ഫാമിലി നൈസാണ്, ഒരു മനുഷ്യൻ ശല്യപ്പെടുത്താനില്ല. അംജദേ, ക്രിക്കറ്റ് കളിക്കാ? എനിക്ക് കളിക്കാറെങ്കിൽ നിന്നാ മതി. എന്താ ലക്ഷ്യം? നന്നായി കളിക്കും. മര്യാദ തമാശ പറയല്ല. ആരെ കളിക്കണ്ട, കളിക്കോ? ഞാനും അച്ചുണ്ട് ടീമിട്ടാ. അംജനെ തോൽപ്പിക്കാനുള്ള കളി മതി. അച്ചു വാടാ, ലാസ്റ്റ് ബോൾ. നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നാലും ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് നോക്കാം. ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. അംജദേ, രക്ഷയില്ലേ ആംബിയൻസ് ഒക്കെ? ചെറുതായിട്ട് നമ്മൾ മൂഞ്ചിപ്പോയി, വേറെ ഒന്നുമല്ല. രാവിലെ ഗംഭീര സൺറൈസാണ്, അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു റിസോർട്ടിലും നേരത്തെ എണീക്കാത്ത ഞാൻ നേരത്തെ എണീറ്റ് പോയപ്പോൾ മഴക്കാറ് കാരണം സൂര്യനെ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ട
ഇവിടുത്തെ നെക്സ്റ്റ് ലെവൽ ഫീലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, ജക്യൂസിയും ഈ ഒരു മഴയും കോടയും. എങ്ങനെയുണ്ട് സനുവേ? എങ്ങനെയുണ്ട് അച്ചു? നെക്സ്റ്റ് ലെവലില് ഫുൾ കോട ഇറങ്ങി നമ്മൾ അവസാനം വാട്ടർഫോൾസ് കാണാൻ പോവുകയാണ്. ഇതിന്റെ ഇടയില് സനൂപേ നിന്റെ അടുത്ത് എന്താ ഇറങ്ങിട്ട് കമ്പോർന്ന് മാറ്റും. ഇപ്പൊ സനൂപിന്റെ അടുത്ത് അമ്മ എന്താ ഡയലോഗ് വരച്ചേ? രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. എന്താണ് കമ്പ് മാറ്റണം, സ്കൂട്ടർ മാറ്റണം. അപ്പൊ പജേറോ അല്ലേ? പക്ഷെ സ്ക്രാച്ച് ആയ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ല. ആർക്കാരും പ്രശ്നമുണ്ടാ? എംഡിക്ക് പ്രശ്നമുണ്ടാ? അച്ഛന് പ്രശ്നം? അതന്നെ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ സാധനത്തിന് വേണ്ടിട്ടാണ്. അപ്പൊ ഞാൻ ഈ വണ്ടി സാധാരണ ഒരു ടോയ് കാറായിട്ട് വേണ്ടിട്ടല്ല ഇത് മേടിച്ചിട്ടുള്ളത്. ഇതൊക്കെ അതിജീവിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ? ഇത് പോട്ടെ, അടുത്തത് വരാം. നിന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങി പൊക്കോളല്ലേ വണ്ടിന്ന്? എന്താ അഹങ്കാരിലേ. വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണിത്. വണ്ടി സ്ലിപ്പാവുന്ന പോകാൻ പാടില്ല, കാർ പോകാൻ പാടില്ല. ഇവിടെ വണ്ടില്ല, നിർത്തിയ വണ്ടി പോവൂല. റിവേഴ്സ് എടുത്ത് പോണം. നോക്കട്ടെ വഴി. അവിടെ ഇതാണ് അയർക്കണ പോകട്ടെ നമ്മളെ വണ്ടി. അവിടെ നോക്കി ഇത് കടക്കുന്ന വണ്ടി പൊന്നാരം പടച്ചോണോർത്തുണ്ടാണ്. ഇവിടെ അംജന്റെ വണ്ടി പോവും. പെട്ട് അവിടക്ക് എങ്ങട് പോവും. അവൻ വന്ന് കണ്ടോട്ടെ അല്ലേ? നീ ഒന്ന് വരോ? നീ അവിടക്ക് നീ പോയോ? ഇനി കുറച്ചു നേരത്തിന് എല്ലാവരും പണിയെടുക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താണ് അമ്പിക്ക് തോന്നുന്നത്? ഇത്ര നേരം നമ്മൾ ലക്ഷറി സ്റ്റേ ആയിരുന്നില്ലേ? ഇനിയിപ്പോ കുറച്ച് പണിയെടുക്കാല്ലേ? പെട്ട് വണ്ടി മേടിക്കുമ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് ഇതുപോലത്തെ ഓഫ് റോഡ് ചെയ്യണം. അവൻ കാണട്ടെ. ഇത് പജേറോ ഇറങ്ങും തോന്നുന്നുണ്ടോ? എന്ത് വണ്ടി വളർത്തിട്ട് പോരാ? അതല്ല, അവർക്ക് ഇറങ്ങി പോയിട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ പെട്ടിട്ട് അംജദേ നോ പ്രോബ്ലം. എന്തണ്ടാ ഈ ഒരു കുത്തനിറക്കം ഉറപ്പായിട്ടും പോവും. വണ്ടി അവിടുന്ന് വളക്കുകയും ചെയ്യും. യോജിക്കുന്നുണ്ടോ? എന്താ നിങ്ങളാരും വരണ്ട. ഒരാൾക്ക് സീരിയസ് ആയിട്ടാണ് പറയണേ? പിന്നല്ലാണ്ട് വരണ്ട. നീ എടുത്തു പോരുന്ന പറയണേ? ഞാൻ എടുത്തു പോരും. പാറാക്കണല്ല പിന്നെ റോഡിൽ കൂടെ പോകാനാ? എന്താ പറയാ, വണ്ടി ഇറക്കട്ടെ. മനുഷ്യന്മാർക്ക് തന്നെ റബ്ബേ ഇതിൽ നടക്കാൻ പറ്റണില്ല. നമുക്ക് ജീവനം ഞങ്ങളുടെ മുഖ്യം, അതുകൊണ്ട് വണ്ടിയുടെ അടുത്ത് മാക്സിമം മാറി നിൽക്കാം. ഇതെന്താ വണ്ടി ഇറങ്ങുമായിരിക്കും അല്ലേ? എന്റെ ബാക്കിൽ കുത്തനെ ഇറക്കാൻ എനിക്കറിയില്ല. കുത്തനെ ഇറക്കാണ്. ഞാൻ ബാക്ക് ഇറക്കല്ലടാ. സംഭവം ചിലപ്പോ പ്രൊഫഷണൽ ഓഫ് റോഡ് റൈഡേഴ്സിനൊക്കെ പറ്റിയായിരിക്കും. അംജദ് പ്രൊഫഷണൽ ആണോ അല്ലേ നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ അവന്റെ ചങ്കൂറ്റുണ്ടല്ലോ, അത് സമ്മതിക്കണം. ലോക്ക് ചെയ്തിണ്ടാ? ഇവൻ കറയണ കേൾക്കണില്ല അല്ലേ? എടുത്തറാ. എന്താടാ ഇങ്ങനൊക്കെ? ഇതെന്താടാ? നമുക്ക് കല്ലിട്ടരാ നിക്കടാ. ഇവനെന്താണ് പറയണോന്ന് കേൾക്കാത്ത? ആൾക്ക് നമ്മളെ ആളുടെ ഡിസിഷൻ ബെസ്റ്റ് ആയിരുന്നു എന്ന് തെളിയിക്കണം. അതിന് വേണ്ടിട്ട് കാണിക്കണം.
അത് കിട്ടും ഈ സൈഡ് കിട്ടില്ല താഴെ മോനെ ഒരു ടയർ പോരാ 2-3 ടയർ വേണ്ടേ? ഈ പജേറുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണോ? ഇതുപോലെ അഹങ്കാരികളാണോ? എന്താ എനിക്ക് ചോദിക്കാനുള്ളത്? എല്ലാരും കൂട്ടത്തോടെ പണിയെടുക്കാണ്ട് നടക്കൂല. ഇത് പണ്ട് ഇപ്പൊ കാശ്മീരിൽ നമ്മൾ പെട്ട പോലെ. അത് കാശ്മീരാണ്, ഇത് ഇവിടെയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ചോദിച്ചു മേടിച്ചതാണ്. ഈ വണ്ടിയുടെ അവസ്ഥ നോക്കി നോക്കാം. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഒരാവശ്യം. ഞാൻ പിന്നെയും പറഞ്ഞു, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം. അവൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അംജദ് എത്രത്തോളം അഹങ്കാരിയാണെന്ന്. അല്ല അച്ഛോ ഞാൻ വീടാണ് അംജദേ, ഇവിടെ ഒക്കെ സ്ലിപ്പാണ്. സ്ലിപ്പ് നീ ഒന്ന് കണ്ടോക്ക്. സനൂപേ, ഇവിടെ സീനാടാ. വണ്ടി ഇരുന്ന് നോക്ക്. ഒരു മിനിറ്റ് അംജദ്, അവിടെ ഇരുന്ന് കേട്ടാ, വണ്ടി ഇരുന്ന്. ഒരു മിനിറ്റ്. ആണോ നീ ഇപ്പോഴും കോൺഫിഡന്റ് ആണോ? നിന്റെ വണ്ടി നീ വിശ്വസിക്കുന്നു? കേറി വന്നിട്ട് അവിടെ നിന്നോ? കേറിന്നോ? വേണ്ട, എനിക്ക് ജീവന് കൊതിയുണ്ട്. നല്ല വലിച്ചിട്ട് ഇടിക്കാത്തതിന്റെ പ്രശ്നമാണിത്. നല്ല ഇടി കൊടുക്കണം. അവന്റെ വണ്ടി പാച്ചേറല്ല, ഏത് ജിറാഫായാലും ശരി അല്ലെ. നല്ല ഇടി കിട്ടാത്തതിന്റെ സാധനം ഇപ്പൊ കാണിച്ചവൻ. എന്ത് കാര്യണ്ടാ, എത്ര പ്രാവശ്യം ആവട്ടെ, നമ്മ സാധാരണക്കാരല്ലേ. ആ ടയർ വണ്ടി പൊളിഞ്ഞ്. ബാക്ക് എങ്ങനെയാണ് നോക്കി നോക്കട്ടെ. റബ്ബേ, ബാക്ക് നോക്കിയേ. മതിയുടെ നിർത്തി, നീ ഒന്ന് ഇറങ്ങി വായോ. ആടാ ഇവനെന്താണ് ഇങ്ങനെ? അജിയെ ഇത്ര ഉള്ളോ? നിങ്ങൾ എന്തിട്ട് കാണിച്ചിരുന്നു ഇപ്പൊ അവനെ? ഓ ഷൂ, ചീത്ത കേട്ട മൊത്തം സനൂപിന് കോലം നോക്കിയേ. എന്തൊരു സാധനം കേറ്റും എന്താണെന്നറിയോ? എന്താണ് കാര്യം പറ. എന്താ നീ പറയണ പോലെ റോട്ടിൽ കൂടെ പോകാനാണെങ്കിൽ ഞാൻ വണ്ടി ഓടി ചെലപ്പോ പെടും ചെലപ്പോ റിക്കവർ ചെയ്യും. അങ്ങനെ തന്നെ പോവാ. അല്ലാണ്ട് നീ നീ നോക്കിയേ, നിന്റെ മേത്ത് എന്തെങ്കിലും ഒരു ചെളിട്ടാ അവന്റെ മേത്ത് നോക്കടാ. നോക്ക്, നീ ചീത്ത പറയണ അവന്റെ മുഖത്ത്. അവന്റെ വായക്ക് വരെ ചെളി പോയി. ഇതിരുന്നടാ, ഇതെങ്ങനെ വലിച്ചു കയറ്റേണ്ടി വരുമോ ഇനി? വയ്യ, ഇതുപോലെ വണ്ടി പെടാറുണ്ടോ? അയ്യോ, തമിഴിൽ ഇപ്പൊ എങ്ങനെയാ പറയാ? ഇന്ത മാതിരി വണ്ടി ലോക്ക് പെടാറുണ്ടോ ഇവിടെ? സോറിയേ പോരിയത്. മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. പോണുണ്ട് അംജദേ, ഒരു മിനിറ്റ്. നടക്കൂല. പണ്ടതൊക്കെ സജ്ജനങ്ങൾക്ക് പിടിക്കാട്ടാ. കണ്ടു നിൽക്കണ സജ്ജനങ്ങൾക്ക് പിടിക്കാന്ന്. അതെന്നെ ഉദ്ദേശിച്ച വൃത്തിയായിട്ട് പറഞ്ഞു. ഈ ഷർട്ട് മാറിയിട്ട് ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നേക്കാണ്. സനു, എന്താണ് പറയാനുള്ളത്? എന്താണ് അംജദേ പറയും? സിമ്പിളായിട്ട്. ഇത് പൊളിഞ്ഞൊന്നും ഒരു പ്രശ്നമില്ല. ഇത് പൊളിഞ്ഞൊന്നും ഒരു പ്രശ്നമില്ല. അംജദ് ഒരാളുടെ സഹായം വേണ്ടല്ലേ നിങ്ങക്ക്? ഇവിടെ ഒരാള് വന്നു എന്തോ ഭാഗ്യത്തിന്. ഉറപ്പായിട്ട് നിന്റെ വണ്ടിയിലുള്ള എത്ര ചെളി ഉണ്ടെന്ന് അറിയിപ്പേ. എത്ര വൃത്തിയിൽ കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. അതിന് വേണ്ടിട്ടല്ലേ, പജേറി ഇതിനൊക്കെ വേണ്ടിട്ടല്ലേ മേടിച്ചിട്ട് നമ്മള്. ഓക്കെ ഫൈൻ. ഇനി കേറണ്ട കയറ്റം ഒന്ന് നോക്കി കിട്ടാ. പക്ഷെ ഈ വ്യൂ ഒക്കെ അടിപൊളിയല്ലേ? ഫോട്ടോ എടുത്ത് വെച്ചോ. ഞാൻ എടുക്കാം. നിന്റെ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ട് എന്റെ. ഈ ടയർ സീനാട്ടാ. നമ്മൾ റിസോർട്ടിൽ നിന്ന് മമ്മട്ടിയൊക്കെ എടുത്തിട്ട് ആൾക്കാരെടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തന്നെ എല്ലാവരും നന്നായിട്ട് പണിയെടുക്കണ്ട്. അംജദേ, പയ്യെ എടുക്കട്ടാ, പയ്യെ കേറും പയ്യെ. ഇനി നമുക്ക് ഇത് പറഞ്ഞേക്കുള്ള ഇത് മനിത കാതലല്ലേ? കതലും കാന്
മഞ്ഞുമൽ ബോയ്സ് നമ്മൾ ഗുണാക്കേവിലൊക്കെ പോകാന്ന് വിചാരിച്ചാണ്. മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ. പക്ഷെ അംജദ് ഗുണാക്കേവിന്റെ കാര്യം ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നില്ലേ അംജദേ? നീ ഹാപ്പി അല്ലേ? ഇപ്പോഴും നിന്റെ പൈസ കൊടുത്ത് മേടിച്ച വണ്ടി മുതലല്ലേ? നമ്മളെ റിസോർട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നേ കേട്ടാ. പക്ഷേ ഫുൾ വീഡിയോ ഉണ്ട് കയ്യില്. JCB അല്ലാണ്ട് വേറെ വണ്ടികൾ പോവില്ല. ഇപ്പൊ ചരിത്രം കുറിച്ചുകൊണ്ട് നമ്മുടെ അംജദിന്റെ പജേറോ ഇവർക്ക് വന്നേക്കാണ്. ഈ പോവോന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അംജദ് ഇത്ര നേരം ഉഷാറുണ്ടായിരുന്നില്ല, പോയാ? പറയാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഓഫ് റോഡ് വന്നു, ഒരു ടാസ്കിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത ഓഫ് റോഡ്. ഓക്കെ, വണ്ടി ഇടലാണ് അവന്റെ ഓഫ് റോഡ്. ഇവിടെ വേറെ ഏതൊക്കെ വണ്ടി വന്നിട്ടുള്ള ബ്രോ? JCB അല്ലാണ്ട് പിന്നെ ട്രാക്ടർ, പിന്നെ വേറെ ഒന്നുമില്ല, പിന്നെ അംജദ്. യെസ്. എന്താ അംജദേ, നീ ഇപ്പൊ തിരിച്ചു വരുവാ മോനെ, കണ്ടോ നീ? ട്രാക്ടർ വരും തിരിച്ചു വരാൻ വേണ്ടിട്ടാ നിന്റെ ട്രാക്ടർ ഇറങ്ങിപ്പോയി വണ്ടി. അതാ സീനായത്. ഇവിടെ എന്തെങ്കിലും പോയിക്കാണ്. അല്ല, അത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അറിയാം എവിടൊക്കെ പോകുന്നു. ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇപ്പോഴും കണ്ടില്ലേ, അവൻ പൈസ കൊടുത്ത് മേടിച്ച റോട്ടിൽ ഓടിക്കാനല്ല വണ്ടി, ഇതുപോലെ ഓടിക്കാനാണ്. അതന്നെ ചേട്ടാ. പിന്നെ എന്തിനാ ഈ ഓഫ് റോഡ് വണ്ടി ഓടിക്കണേ? സനൂപേ, നീ ഷർട്ട് ഇട്ടോ, അവനെ കൊണ്ട് ഷർട്ട് ഉരിപ്പിക്ക്. സനൂപിന്റെ അടുത്തേ വണ്ടിന്ന് ഇറങ്ങി പോടാന്ന് വരെ പറഞ്ഞവൻ. ആ സനൂപാണ് പണിയെടുക്കണത്. ഇത് കൂടി വളച്ചപ്പോളേ ബാക്ക് നോക്കിയില്ല മര്യാദക്ക്. അതാണ് ബാക്ക് നോക്കല്ല, നമുക്ക് കിട്ടും. നീ അറിയില്ല, എടുക്കാൻ അറിയില്ല. അറിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ എന്റെ വണ്ടി ഓടിച്ച് പഠിക്കാനേ ഉദ്ദേശിച്ചുള്ളൂ. വേറെ വണ്ടി ഓടിച്ച് പഠിച്ചു. അപ്പൊ വേറെ വണ്ടി ഓടിച്ച് പഠിച്ചപ്പോ വല്ലവരാണ് പണിയെടുക്കണതേ. കുഴപ്പമില്ല, അതിനാണ് കൂട്ടുകാരൻ. പറഞ്ഞ പോയിന്റ് എന്താ അതൊന്ന് വ്യക്താക്കിയാ മതി. മഴ കാരണം നമ്മ പെട്ടല്ലെങ്കിൽ. അപ്പൊ മഴ കണ്ടില്ല ആദ്യം? ഇല്ല, മഴയത്തുണ്ടായിരുന്നതാ നിന്റെ വണ്ടിക്ക് പരിമിതി ഉണ്ട്, നീ മനസ്സിലാക്കണം. നിന്റെ വണ്ടി ബ്രാംഗ്ലർ അല്ല, ജീവാഗൺ ഒന്നും അല്ല. നിന്റെ വണ്ടി സാധാ പച്ചേറോ. അതാണ് സാധാ പച്ച. അത് നിന്റെ വണ്ടി കണ്ടോണ്ടാണ് ഇപ്പൊ ഇത്രയും കണ്ട ആൾക്കാരൊക്കെ ഇവിടെ കണ്ട നിന്റെ ഷോ കാണാൻ. ഇനി ഞാൻ ഓഫ് റോഡ് പോകും, കാണിച്ചു തരാം. നൈറ്റ് പോകില്ല ഓഫ് റോഡ്. അവന്റെ ആവേശം ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതെ, ഇരുട്ടായിട്ടാ, ഇരുട്ടായി. എന്താ സാനിപ്പേ വണ്ടി കിടപ്പണ അടുപ്പണ്ട. നമ്മളവിടൊക്കെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ട്രാക്ടർ വിളിച്ചിട്ടുണ്ട്, JCB ഒന്നുമില്ല ഇവിടെ. ആകെ ട്രാക്ടറും JCB വന്നിട്ടുള്ളൂ. ഇപ്പൊ അംജദ് വന്ന് അംജദിന്റെ വണ്ടിയുടെ ഫോട്ടോ നമ്മളിവിടെ ബോർഡ് വെക്കും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, നമ്മളെ വണ്ടി ശരിയാക്കാൻ വേണ്ടി നമ്മൾ ട്രാക്ടർ വിളിച്ചേക്കാണ്. എൻ്റെ മോനെ, സിമ്പിളായിട്ട് പോണ വണ്ടിയാ. ഇതിന് മുമ്പ് വല്ല ഗസ്റ്റ് ഇങ്ങനെ വന്നിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എന്താ പറഞ്ഞ വണ്ടിയുടെ ബാക്കിൽ നിന്ന് എല്ലാരും ഒന്ന് ഉന്തി കൊടുക്കാം. ഉന്താൻ അപ്പൊ മാറിക്കാലേ സനൂപ് ലുക്കായല്ല. അല്ലോ ഓരോരുത്തർ നിക്കണ വേണ്ട. നൈസായിട്ട് പിന്നെയും പണിയിട്ട് കയ്യറ് പൊട്ടി. ഇനി വേറെ നിർത്തിയില്ല. സനൂപ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? സനൂപ് ഇതുവരെ ബ്ലോഗിലോ പയർ പൊട്ടെന്ന് പറഞ്ഞല്ലേ? പയർ പൊട്ടൊന്ന് പ്രെഡിക്റ്റ് ചെയ്തായിരുന്നോ? പോടാ, നാലെണ്ണാക്കില്ലേ. അപ്പൊ പൊട്ടൊന്നും ഉറപ്പായിരുന്നില്ലേ? പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ, സനൂപ് ഓൾറെഡി പ്രെഡിക്റ്റഡ് ആയിരുന്നു. നല്ല മഴ ഉണ്ട് കണ്ടാ. അതും കൊടൈക്കനാല് നല്ല തണുപ്പുണ്ട് തേങ്ങ. ഓ, നമ്മുടെ അംജദിന്റെ എന്താ എടാ, ഇനി പരിഹാരം എന്താ? ചങ്ങല രക്ഷിക്കപ്പെടോ?
ഓക്കെ ഈ ലൈറ്റൊക്കെ ഇതാവും. അപ്പൊ ചങ്ങല മേടിക്കാൻ പോയൊക്കെയാണ് ലാസ്റ്റ്. ലോങ് ഉണ്ടോ നല്ല അവിടെ വരെ വണ്ടി പോകും. ഓക്കെ ഓക്കെ നമ്മുടെ മുതലാളി മഴ കൊള്ളണോണ്ടേ വെള്ള ടീഷർട്ട് ആയിട്ട് കറാവും ഇത്ര കൊണ്ട് വണ്ടിയിൽ ഇരിക്കാള്. എന്തായാലും സനൂപ എന്തായാലും പറയാണ്ടോ ചങ്ങല ഓടിക്കാൻ പോയിട്ടുണ്ട്. ദേഷ്യപ്പെട്ട് ചങ്ങല ഓടിക്കാൻ പോയി. ചങ്ങല കൊടുക്കുന്നുണ്ടോ? ട്രാക്ടർ മേടിച്ചോ? ട്രാക്ടർ ഒരാളെ കയറ്റാനാടാ. ഒന്നും പറയാനില്ല. നല്ല മഴ എവിടെ ആ ട്രാക്ടറിന്റെ ഉള്ളിൽ ഇരുന്നാലോ ഉള്ള വരാൻ എപ്പഴി പോകും. എങ്ങനെ വരും? ഇങ്ങനെ വരട്ടെ കേറട്ടെ അണ്ണോ? ഓക്കെ ഇവിടെ ഇരിക്കാനാട്ടി നല്ല പോണതാ. നല്ല മഴ നിവർത്തില്ലാത്തോണ്ട് ഇരിക്കേണ്ട അവസ്ഥയില. തലാ ഫാൻ ഓർ തലപതി ഫാൻ? തലപതി ഫാൻ. ഉങ്ക തലാ ഫാൻ ഓർ തലപതി ഫാൻ? തലപതി. തലപതി വിജയ്. കേരള എന്തോ? കേരള തൃശ്ശൂർ. തൃശ്ശൂർ വന്നിருக்கு. തൃശ്ശൂർ എങ്കെ? തിരുച്ചൂരിലെ ഒരു അണ്ണാ വീട്ടിൽ വന്നിருக்கு. വണ്ടിയൊക്കെ എങ്ങനെ വരാറ്? എവിടെ വരെ വരും? ഇവിടെ വരെ വരുള്ളൂ അല്ലേ? ബാക്കി നടന്നു പോകും. നീതാ ഫസ്റ്റ് പോയി. ഞങ്ങൾ ഫസ്റ്റ് വന്നല്ലേ. ഞാൻ അംജേന്റെ അടുത്ത് ആദ്യം പറഞ്ഞ സ്ഥലമില്ലേ, വണ്ടി നിർത്താൻ, അവിടം വരെ വണ്ടി വരുള്ളൂ. പിന്നെ നടന്നു പോലാണ്. പജേറോ അല്ലേ? പജേറോ ആണോ? 4x4. അവസാനം എന്താ നമ്മളെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ടയറൊക്കെ ചങ്ങല കിട്ടണം ഇവിടെ. അയ്യോ, നമ്മൾ റിസോർട്ടിൻ്റെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നടക്കില്ല, അറിയാത്ത സ്ഥലമാണ്. നന്നായിട്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരിക്കലും നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് തോന്നും. കാരണം ഒന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കൈ പ്രശ്നമാണ്, അറിയാലോ. അപ്പോൾ ഇതൊക്കെ അല്ല നമ്മളെ നല്ല മൊമെന്റ്സ് എന്ന് വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. പിന്നെ ഇതൊക്കെ നമുക്ക് കാണണം. നമുക്ക് ഇത് കണ്ടിട്ട് ഇതിൻ്റെ അടുത്ത് ഓഫ് റോഡിന് പോവാൻ കണ്ടോ. കാശ്മീർ വെട്ടപ്പോ വയസ്സാണെങ്കിൽ ഇന്ന് കൊടൈക്കനാൽ വെട്ടപ്പോ സനൂപാണ്. ഫുള്ള് പ്രാണിശല്യാട്ടാ. ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊന്നും അനുകരിക്കാണ്ടിരിക്കുക. അറിയാത്തവരാണെങ്കിൽ നമുക്ക് എന്തോ ഭാഗത്തിന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഒന്നും പറഞ്ഞൊന്നുമില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാരൊന്നും വേറെ വരുന്നൊന്നുമില്ല. 4 മണിക്കൂറായി. രാത്രി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു. പാവങ്ങളിലോ നോക്കിയേ. ബാക്കിക്ക് പോവും, എന്നിട്ട് ഒറ്റയടിക്ക് വലിക്കുണ്ടാ. ആ ചോയ്ക്ക് ഫ്രണ്ടിലില്ല, ഇനി അങ്ങോട്ടുള്ളോ? ഇവിടെ ഇത്തിരി റെഡി ആയിട്ടോ. ലാസ്റ്റത്തെ ഇതും കൂടി കഴിഞ്ഞാൽ ഫുള്ള് കഴിയും. സെറ്റാണ്. സനൂപ ഇതാ വിളിക്കണം. ചെയിന് പയ്യെടുത്താ മതി കേട്ടോ. പറയാട്ടാ. എം ഡി നീങ്ങ. ആ ചങ്ങല പൊട്ടിയിട്ട് ചങ്ങല ലൈറ്റ് ഇതും വരുമോ? നീ പറഞ്ഞു കൊടുക്കണ്ടേ? അത് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് പറഞ്ഞോണ്ട്. നമ്മുടെ വണ്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ട്രാക്ടർ കുഴിഞ്ഞ സ്ഥലമാണ്. എന്റെ മോനെ ഇപ്പൊ ആ ചെയിന് നമ്മൾ ഫിക്സ് ചെയ്യാണ്. അവസാനം
നമ്മുടെ താരം അംജദ് അസ്ലം വണ്ടി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം ട്രാക്കിൻ്റെ സപ്പോർട്ടിലാണ് ചെയ്തിരുന്നത്. സീനാണ്, അത്യാവശ്യം കയറിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സീൻ അംജദ് ഒറ്റയ്ക്ക് എടുക്കാൻ പോവുകയാണ്. കാരണം അവിടെ കുളത്തൊക്കെ ബെൻഡായി സീനാണ്. അപ്പോൾ ട്രാക്ടർ ഇതാ പോവുകയാണ്. കിട്ടോടാ കിട്ടോടാ. അവിടെ കേറൂലടാ. തീരെ പിടിക്കില്ല. गाड़ी इधर तक आएगा वो बैग लेके जाएगा कोई प्रॉब्लम नहीं. वो टोचन है इधर, वो चैन है, रोप है. വേറെ സംഭവണ്ടാ ഇതിലെ ഇദ്ദാദ്യം മരിക്കില്ലട്ടോ. എന്റെ റബ്ബേ, ഒറ്റടിക്ക് വരാനാണോ? പോണ സ്ഥലങ്ങളുണ്ടാ, വണ്ടി പോവാണ്ടിരിക്കുന്നില്ല. എടാ അവിടെ നിന്നപ്പോ വലിഞ്ഞു പൊട്ടിയാ. ആൾവാറായ ഇങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് നമുക്ക് സേഫ് പ്ലേ കളിക്കാം. ഇതാണ് ഗാലറി. കയറോട്ടിയടാ. അംജദ് ഒരു ഹായ് തരോ? തള്ളിക്കൊടുക്ക്, പാടാ പാടാ. ഇനി പൊക്കോളും പൊക്കോളും പൊക്കോളും. എന്റെ മോനെ JCB വിളിക്കാന്ന് വിചാരിച്ച്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, വലിയ സീനില്ല. എനിക്ക് കാശ്മീരിൽ അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ കൂടുതലുള്ളവർക്കൊക്കെ നാളെ എത്തണം, അതാണ് സീൻ. ഓക്കെ, സാധനങ്ങളൊക്കെ ഇനി എടുക്കാണ്ട് ചെരുപ്പൊക്കെ ഇവിടെ ഊരിട്ടേക്കാണ്. ബാക്കി വണ്ടിയിലെത്തിയിട്ട് കാണാം. ഓക്കെ, உங்க பாரு ஆஃப் ரோட் கிங் அண்ணா, டோன்ட் அண்டர்எஸ்டிமேட் ஹிம். ஆஃப் ரோட் கிங், கையோடுக்கு அண்ணா, கையோடுக்கு அந்த ஆஃப் ரோட் கிங் அண்ணா. താങ്ക് യു സോ മച്ച്. അടിക്കാൻ പറ്റോടാ? മണ്ണുള്ളോണ്ടേ നിക്കോ. ഒരടി കൊടുക്കണ ഓക്കെ. നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ മഡ് ഫ്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഇടയിൽ ഒന്ന് അത് അടിച്ചത്, അല്ലെങ്കിൽ ടയറിന് ലീക്കറിന് വേറെ പരിപാടിയാവും. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അംജദിന് ഇതൊരു പാഠവും കൂടി ആയിരുന്നു. അതിനോട് പറയാൻ എല്ലാവർക്കും. ഇപ്പം അവൻ സമ്മതിച്ചില്ലെങ്കിൽ, നമ്മ സമ്മതിച്ചില്ല, അവന് ആ ഒരു ധൃതിയിൽ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് തടയാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്ന് എടുക്കട്ടെ എന്നുള്ളൊരു മൈൻഡിൽ നിന്നു. അല്ല എം ഡി, അപ്പൊ നമുക്കിതൊരു പാടാണ്. എന്ത് ആരിത് ആവേശത്തിൽ നിന്ന് കഴിഞ്ഞാല് നമ്മളൊക്കെ കട്ടായിട്ട് നിക്കണം. എന്ത് പറ്റില്ല, അങ്ങനെ പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ല. ഞങ്ങൾ നിൽക്കട്ടെ അവന്റെ കോൺഫിഡൻസിൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിരിച്ചാൽ ചെയ്യുന്നത്. സിമ്പിളാണ്. ഇത് വലിയൊരു വിഷയമല്ല, വണ്ടി താഴുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനൊക്കെ ആവുമെന്ന് വിചാരിച്ച പഠിച്ചോന്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. എവിടക്ക പോയേ? ഇതേത് വഴി? നീ എങ്ങനെ പോയത്? നീ കണ്ണാണ്ട് ഓടിച്ചിരുന്നു അംജെ? അംജനെ സംബന്ധിച്ചോളം അംജന് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും അവൻ നാളെ പോകും മറ്റന്നാളും പോകും. അതിനൊന്നും അവൻ വിഷയം. ഇപ്പൊ ചോദിച്ചു നോക്കിയാൽ ഓഫ് റോഡ് പോകുന്നു, അപ്പഴും പോകും. കാരണം അവനക്ക് ഇതൊരു പ്രാന്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവർ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഇത് തോന്നി. ചിലപ്പോ സിമ്പിളായിട്ട് വണ്ടി കയറിയാനെ എം ഡി, അവിടെ നിന്നില്ലെങ്കിൽ വണ്ടി സിമ്പിളായിട്ട് കയറിയാനെ.
പക്ഷെ അവിടെ നിന്ന് പോയി നല്ല മഴ പെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ പനി വരാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ലാസ്റ്റ് രക്ഷപ്പെട്ടു. പറച്ചോൻ കൂടെ ഉണ്ട് ഒരുപാട്. പറച്ചോൻ ചിലപ്പോൾ നമ്മളെ പരീക്ഷിച്ചായിരിക്കും ഇനി മേലെ മാതിരി പരിപാടി കാണിക്കരുതെന്ന്. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോവുകയാണ്. ഓൾമോസ്റ്റ് 12:30 നമ്മൾ റിസോർട്ടിൽ വന്ന് എല്ലാവരും ഫ്രഷായി ഫുഡ് കഴിച്ച് നമുക്ക് ഫുഡ് ഇവർ തന്ന് നമ്മളെപ്പോഴാണ് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആലോചിക്കണം. ചെക്കൗട്ട് ചെയ്ത ഗസ്റ്റിനാണ് അവർ ഫുഡ് തന്നത്. അത് അടിപൊളി ഫുഡ്, ഇന്നലത്തേനെക്കാട്ടി നല്ല ഫുഡായിരുന്നു. ഒരു അക്ഷര അടിപൊളി സർവീസൊക്കെ നെക്സ്റ്റ് ലെവൽ, ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നിവിടെ ഏതാണ് ബ്രോ ഇവിടെയുള്ള പ്രോപ്പർട്ടി ഏതായിരുന്നു? അത് സോസ്റ്റലിൽ നിൽക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഭാഗ്യത്തിന് നിൽക്കേണ്ടി വന്നില്ല. നമ്മളെ വണ്ടി ചെറുതായിട്ട് ഇങ്ങനെ കഴുകിയിട്ടൊക്കെ ഉണ്ട്. ബ്രോ അപ്പോൾ പോട്ടെ. താങ്ക് യു ബ്രോ, ഇനിയും കാണാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോകണം. 12:30 ആയിട്ടാ ടൈം. നമ്മുടെ കഥാനായകൻ സനൂപ്, എന്തൊക്കെ സനൂപ് ഞാൻ പറഞ്ഞിരുന്നേ അല്ലേ? ഒന്നും പറയണ്ട. തിരിച്ച് MD എന്താണ് പറയാനുള്ളത്? MD എന്താ നിങ്ങളെല്ലാരും അച്ചു അംജദ് എന്തെങ്കിലും പറയാനുണ്ടോ? അംജദ് പറയൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്താണ് ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള എന്താണ് അംജദ് മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറയൂ. വീഡിയോ ഇങ്ങനെ ആയിരുന്നില്ല ആദ്യം. പറയ്, ഹാപ്പിയാണോ? അതാ നാശനഷ്ടങ്ങൾ പറഞ്ഞുതരാം. ഓരോരുത്തരും നാശനഷ്ടങ്ങൾ പറയട്ടാ. ഒരു പാന്റ്, ഒരു ഷൂ പോയി. MDക്ക് എന്തായാലും നാശനഷ്ടം? ടൈം, വിലപ്പെട്ട സമയം, ഒരുപാട് കാര്യം. പിന്നെ അച്ചുവിന് എന്തൊക്കെ നാശനഷ്ടം? അച്ചു നാശനഷ്ടം എന്താ? അച്ചുവിന് പെഡിക്കെയറൊക്കെ ചെയ്യാണ്ടെന്ന്. എന്റെ വ്ളോഗിങ് സ്റ്റിക്ക് പോയി, ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ. അപ്പോ പ്രോപ്പർട്ടീനെ പറ്റി പറയാം. എങ്ങനെയുണ്ട് പ്രോപ്പർട്ടിയും അവിടുത്തെ ആൾക്കാരും? സനൂപ് അടിപൊളി. അവിടുത്തെ അടിപൊളിയല്ലേ? ധീരജ് ബ്രോ എല്ലാരും അടിപൊളിയല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. സനൂപേ ഇത്ര ഗസ്റ്റ് ഉണ്ടായിട്ട് അവിടുത്തെ ഫുൾ സ്റ്റാഫുകളായിട്ട് വന്നല്ല, ഏത് സംഭവല്ലേ? UK ബ്രോ പ്രോപ്പർട്ടി കുതിരബായി ലാസ്റ്റ് ഇടയിൽ ഇത്തിരി അലമ്പായിരുന്നു. എന്താണെന്നറിയോ? കുതിരബായി പറഞ്ഞ കുതിരക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. ആളെ അതുപോലും മാറ്റി വെച്ചിട്ട് വന്നാണ് പാവം അല്ലേ? എല്ലാരും അടിപൊളി. ഒന്ന് ആത്മാർത്ഥ സത്യം. പിന്നെ ട്രാക്ടർ എല്ലാവരും അടിപൊളി. എല്ലാരും ഒന്നിനും ഒരാളൊഴികെ എല്ലാരും അടിപൊളി. മല പോലെ വന്ന് എലി പോലെ പോയിന്നാ ഞാനെന്തോ പറയില്ലേ? അത് ഈ വീഡിയോ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ആദ്യം തൊട്ട് എന്നെ കാണണം കേട്ടോ. എന്തേലും പറയടാ. സെന്റിമെന്റ്സ് അഭിനയിക്കണോ നീ? ഈ സെന്റിമെന്റ്സ് അഭിനയിക്കല്ലേ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അംജദ് ആദ്യമായിട്ട് എനിക്ക് അഭിനയാവാണ്ടിരിക്കാൻ ഒരു ചാൻസ്. അഭിനയല്ലേ അവന്റെ? അപ്പോ നമ്മളെ വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു ട്രിപ്പ് മറക്കില്ല. നല്ലൊരു സ്റ്റേ, നല്ലൊരു ഓഫ് റോഡ് ഡ്രൈവർ എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.